എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു RCBയെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം, ഉദ്ഘാടന മത്സരത്തിൽ സീസൺ ഓപ്പണർ പോരാട്ടത്തിൽ മാർച്ച് 22-ന് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ആതിഥേയരായ നിലവിലെ ചാമ്പ്യന്മാരുമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിട്ടുകൊണ്ടാണ് RCBക്ക് തങ്ങളുടെ പുതിയ IPL സീസണിന് തുടക്കം കുറിക്കുന്നത്. CSK നേരത്തെ തന്നെ തങ്ങളുടെ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് 3-ന് CSK ഒഫീഷ്യലായി തന്നെ അവരുടെ IPLന് മുന്നോടിയായിട്ടുള്ള ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ RCBയും തങ്ങളുടെ പരിശീലന ക്യാമ്പിലേക്ക് പോവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ വരുന്ന തിങ്കളാഴ്ച, അതായത് മാർച്ച് 11-ന് RCB തങ്ങളുടെ ക്യാമ്പ് ആരംഭിക്കാൻ പോവുകയാണ്. സീനിയർ താരങ്ങളടക്കം, എസ്പെഷ്യലി വിരാട് കോഹ്ലിയെ പോലുള്ള സീനിയർ താരങ്ങൾ ക്യാമ്പിൽ എന്ന് എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്നാൽ മാർച്ച് 11 മുതൽ RCBയും തങ്ങളുടെ ട്രെയിനിങ് സെഷനിലേക്ക് കടക്കുകയാണെന്നാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. ഇപ്പോൾ എത്തിയിട്ടുള്ളത് RCBയുടെ ഒരു പ്രോബബിൾ 11 വീഡിയോയുമായിട്ടാണ്. നമുക്കറിയാം, IPL ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഉദ്ഘാടന പോരാട്ടം കളിക്കാൻ പോകുന്ന ടീമാണ് RCB. തങ്ങളുടെ ആദ്യ IPL കിരീടം ലക്ഷ്യമിട്ടിറക്കുന്ന ബാംഗ്ലൂർ ഇത്തവണ പോരായ്മകളൊട്ടും അല്ലെങ്കിൽ മാന്യമായ ഒരു ടീമിനെ കൊണ്ട് തന്നെയാണ് ഇത്തവണ IPLിലേക്ക് എത്തുന്നത്. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്പം വീക്ക്നെസ് ആണെങ്കിൽ പോലും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ചു നിൽക്കുന്നത് RCBക്ക് ഗുണം ചെയ്യട്ടെ. സോ RCBയുടെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇത്തവണയും ഫാഫ് ഡു പ്ലസി എന്ന സൗത്ത് ആഫ്രിക്കൻ താരത്തിൻ്റെ നേതൃത്വത്തിലാണ് RCB IPLിലേക്ക് എത്തുന്നത്. പതിവ് പോലെ തന്നെ ഇത്തവണയും RCBക്ക് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ നായകൻ ഫാഫ് ഡു പ്ലസിക്കൊപ്പം വിരാട് കോഹ്ലി ആയിരിക്കും എത്താൻ പോകുന്നത്. പിന്നീട് രജത് പടിത്താർ, ഗ്ലെൻ മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ. ഇത്തവണ മുംബൈ ഇന്ത്യൻസിൽ നിന്നും ട്രേഡ് ചെയ്ത് കൊണ്ടുവന്ന താരമായിരുന്നു കാമറൂൺ ഗ്രീൻ. മഹിബാൽ ലോംബ്രോർ, ദിനേഷ് കാർത്തിക്, മായങ്ക് തക്കർ. നമുക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നാണ് താരം. ഷഹബാസ് അഹമ്മദിന് പകരം ട്രേഡ് ചെയ്ത് വന്നത്. അൽസാരി ജോസഫ് ലേലത്തിലൂടെ സ്വന്തമാക്കിയ താരം. മുഹമ്മദ് സിറാജ്, വൈശാഖ് വിജയകുമാർ എന്നിവരായിരിക്കും മെയിനായിട്ടും RCBയുടെ ഈ ഒരു 11 അനുസരിച്ച് RCBയുടെ പ്ലേയിങ് 11. ഇനി ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് അനുജ് റാവത്തിനെയും അവർ പരിഗണിച്ചേക്കാം. സോ ഇതായിരിക്കും RCBയുടെ വരാനിരിക്കുന്ന IPL സീസണിലെ ഒരു മോസ്റ്റ് പ്രോബബിളി സ്ട്രോങ്ങസ്റ്റ് പ്ലേയിങ് 11. ഡുപ്ലസി, വിരാട് കോഹ്ലി അടങ്ങുന്ന ഓപ്പണിംഗ് സഖ്യം. ടോപ്പ് ഓർഡർ ബാറ്റിംഗിൽ രജത് പടിത്താറും ഗ്ലെൻ മാക്സ്വെല്ലും മഹിപാൽ ലോംബ്രോറും കാമറൂൺ ഗ്രീനും. ഫിനിഷർ റോളിൽ ദിനേഷ് കാർത്തിക്, അതോടൊപ്പം തന്നെ ഓൾറൗണ്ടേഴ്സായിട്ട് മായങ്ക് തകർ, പിന്നീട് അൽസാരി ജോസഫ്, മുഹമ്മദ് സിറാജ്, വൈശാഖ് വിജയകുമാർ എന്നിങ്ങനെയാണ് RCBയുടെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.